ഏജനറ്റ് പരമ്പര സാധ്യതകൾ. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ സൂചിമുഖിക്ക് ശേഷം ബാരാപ്പോൾ ടൂറിസം സാധ്യത, അതുപോലെ തന്നെ പാലത്തങ്കടവിൻ്റെ ടൂറിസം സാധ്യത, അതിനുശേഷം ഇപ്പോൾ ഏജനറ്റ് സാധ്യത ടീം വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. ഇന്നൊരു അവധി ദിവസമാണ്. ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ ടൂറിസത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് നമ്മളൊരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. സാർ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഏത് സ്ഥലമാണ് സാറേ നമ്മൾ ഇന്ന് അയ്യൻകുന്ന് പഞ്ചായത്ത് മൺസൂൺ ടൂറിസത്തിന്, മഴക്കാല ടൂറിസത്തിന് വളരെ കപ്പാസിറ്റി ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാംകടവ് വാർഡിലുള്ള ചേട്ടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അതവിടെ നമ്മുടെ വളരെ നയന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനപ്പുറേ അതുപോലെ തന്നെ ചേട്ടായിപ്പാറ എന്ന് പറയുന്ന മറ്റൊരു വ്യൂ പോയിൻ്റും ഉണ്ട്. ഈ 2 പോയിൻറ്റുകളാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കവിടെ പോയിട്ട് നയന മനോഹരമായ കാഴ്ച നമുക്ക് സൗന്ദര്യം ആസ്വദിക്കാം. അപ്പോൾ ഇന്ന് ഒരു അവധി ദിവസമാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് നമ്മോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ടൂറിസം സാധ്യതകൾ എത്രയും പെട്ടെന്ന് ടൂറിസം ഉദ്യോഗസ്ഥരിലേക്കും അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഏജനറ്റ് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാം കടവിലെ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് യാത്ര തിരിക്കാം. നമ്മളെ കളിതട്ടും പാറയിൽ യാത്ര തിരിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറയുന്നത് മഴയാത്രയാണ് അല്ലേ മെമ്പറെ? ഒരു മഴയാത്ര എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് എല്ലാവരും നല്ല ഗംഭീരമായിട്ട് മഴയൊക്കെ കുടയൊക്കെ ചൂടി മഴയൊക്കെ നനയാതെ വരുന്നുണ്ട്. അട്ടയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഉപ്പ്, സാനിറ്ററി എല്ലാ സാധനവും ഇവർ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഓക്കെ, സാധ്യതാ പരമ്പര ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ്. ഈ ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്.
കാരണം വെള്ളം കുത്തി പരന്നൊഴുകി വരുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് കാണുന്നവർക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ എന്തായാലും ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടത്തിന് വരണം. ഈ പാറയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടായി എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ചേട്ടായിപ്പാറ എന്ന് ഇതിന് പേര് വന്നത്. ഇപ്പോൾ ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടമായി മാറിയിരിക്കുകയാണ്. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. പ്രസിഡന്റ് ആദ്യമായിട്ടല്ലേ? എങ്ങനെയാണ് ഇത് അയ്യങ്കുന്ന് ഞാനത് പോരാൻ നേരത്തെ പറഞ്ഞു, വളരെ അതിശയകരമായ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. നമുക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല. നോക്കിയേ, നല്ല പുഴ പാറയിൽ കൂടെ ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ഒരു നയന മനോഹരമായ കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ അയ്യങ്കുന്നിൻ്റെ മലമടക്കുകളെല്ലാം ഇതുപോലെ വളരെ മനോഹരമാണ്. ഇഷ്ടംപോലെ മൺസൂൺ ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ്. പക്ഷേ അത് നമുക്ക് വേണ്ട വിധത്തിൽ ചൂഷണം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒന്ന്, പഞ്ചായത്തിൻ്റെ വിഭവങ്ങളുടെ കുറവ്, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള യാത്രകളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ നിലവിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ നൂറുകണക്കിന് സഞ്ചാരികൾ വരുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ച. അവിടെ ആ വെള്ളമൊക്കെ ഇങ്ങനെ കുത്തി ഒഴുകി കാണുന്ന കാണുമ്പോഴേ നമുക്ക് അവിടെ ഇങ്ങനെ കുളിക്കാനും അതുപോലെ ബാക്കി എല്ലാത്തിനും നല്ല സ്ഥലമാണ്. ഇതൊരു സെപ്റ്റംബർ, ഒക്ടോബർ വരെ ഇത്രയും വെള്ളമില്ലെങ്കിൽ പോലും ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിന് മുകളിൽ വേറെ 2 വെള്ളച്ചാട്ടങ്ങളൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് ഇത് കേരളത്തിൽ തന്നെയാണോ എന്ന് സംശയം തോന്നുന്നില്ല. അത്ര നല്ല എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഔഷധ ഗുണമുള്ള ജലം തന്നെ പറയുന്നത്. ഈ കണ്ണീര് പോലെയാണ് അവിടുത്തെ ജലം ഒഴുകുന്നത്, തെളിനീര്. അപ്പോൾ എത്ര മഴ പെയ്താൽ പോലും ഇത് കലങ്ങുന്നില്ല. കാരണം പാറയിൽ കൂടെ ഒഴുകുന്നതുകൊണ്ട് ഇന്ന് ഇതേ കാഴ്ച, ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ഈ അരുവി. അപ്പോൾ ഇത് നമ്മുടെ കാട്ടിൽ നിന്ന് ഔഷധ സസ്യങ്ങളും മറ്റു സസ്യങ്ങളിലേക്ക് കൂടെ കവർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായൊരു എന്താണ്, നമുക്ക് കുളിച്ചാൽ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷം ലഭിക്കും. അത് നമുക്ക് മുതലാക്കാനായിട്ട് പഞ്ചായത്തിന് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. പഞ്ചായത്തിൽ ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും ഇഷ്ടംപോലെ അവസരങ്ങൾ സാധ്യതകളുള്ളതാണ്. അതിനുവേണ്ടി പദ്ധതികൾ ഞങ്ങൾ ഈ വർഷം തന്നെ പദ്ധതി ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും. കൂടാതെ നമുക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി മുകളിൽ ഇതിനേക്കാളും നല്ല കാഴ്ച, ഇതിലും നല്ല കാഴ്ചകളാണ് ഇതിന് മുകളിലേക്ക് കാണാൻ വേണ്ടിയുള്ളത്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ചേട്ടായിപ്പാറയിലെ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടു. വളരെ ഗംഭീരമാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർ എന്തായാലും നമ്മുടെ ഈ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കളിത്തട്ടുംപാറ ചേട്ടായിക്കുന്നിൽ തീർച്ചയായും വരണം. ഈ വെള്ളച്ചാട്ടം കാണണം. അത് ഈ പ്രദേശത്ത് നിന്നവർക്കൊക്കെ ഒരു വളരെ ഗംഭീരമായിട്ട് മനസ്സിന് നല്ല കുളിർമേകുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം, അതിരപ്പള്ളിയിൽ നിന്ന് പോയിട്ട് യാതൊരു കാര്യമില്ല അല്ലേ? ഇല്ല, അതിരപ്പള്ളിയേക്കാളും നല്ല കാഴ്ചയാണ്. നമ്മൾ ഇത്രയും പൈസ മുടക്കി അതിരപ്പള്ളി കാര്യം. ഇത് പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന്, ഇപ്പോൾ വാണിയപ്പാറയിൽ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററേ ഉള്ളൂ. വാണിയപ്പാറ ടൗണിൽ നിന്ന് ഇവിടെ 5 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ താഴെ 2 കിലോമീറ്റർ അപ്പുറം വരെ ബസ് സർവീസ് ഉണ്ട്. ഇവിടെ വരെ തൊട്ട് താഴെ വരെ നമുക്ക് കാറിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഭാഗമേ ഉള്ളൂ. ഇതിലെ നടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു മെച്ചം. 100 മീറ്ററേ ഉള്ളൂ. 100 മീറ്റർ വണ്ടി നിർത്തി നടന്നു വന്നാൽ ചേട്ടായിപ്പാറയിൽ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. എന്നാൽ ഇതിന്റെ മുകളിൽ ഇതിനേക്കാളും ഭംഗിയായിട്ടുള്ള കാഴ്ചയുണ്ട്. അങ്ങോട്ട് പോകാം. ഓക്കെ, അങ്ങോട്ട് പോകാം. വരുന്ന വഴിയിൽ അട്ടയൊക്കെ കടിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അട്ടയ്ക്കുള്ള സാനിറ്റൈസർ അല്ലെങ്കിൽ ഉപ്പ് ഒക്കെ നമ്മൾ കാലം തേച്ച് കൊടുത്താൽ മതി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കേട്ടോ, നല്ല മഴ പെയ്ത് കോട ഇറങ്ങി വരും. നല്ല മലനിരകളാണ്. അപ്പോൾ നമ്മൾ താഴെ ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടം കണ്ടു. അതിമനോഹരമായിട്ടുള്ള, അതിനേക്കാളും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതിൻ്റെ മുകളിലേക്കുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അവരെല്ലാം ആദ്യമായിട്ട് വരുന്നതിൻ്റെ ആ ഇൻട്രസ്റ്റിൽ അങ്ങോട്ടേക്ക് പോയി. നമ്മളും ആദ്യമായിട്ട് വരികയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോകാം.
വളരെ സന്തോഷത്തിലാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പുറം നിന്ന്. അപ്പോൾ പ്രസിഡന്റ് അടിപൊളി അടിപൊളിയല്ലേ? ഞാൻ അയ്യങ്കന്ന് അടിപൊളി ഗംഭീരാണ്. ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും, നല്ല സ്ഥലമാണ്. ഒരു 2 ആൾ താഴ്ച ഇവിടെ ഉണ്ട് വെള്ളത്തിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ കാണാൻ പോവുകയാണെങ്കിലും കുത്തനെയുള്ള ഒരൊറ്റ ചാട്ടമുള്ളൂ. പക്ഷേ നമ്മൾ താഴെ നിന്ന് ചേട്ടായിപ്പാറയുടെ അടിവശം മുതൽ മുകളിലേക്ക് വരുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അച്ഛനടിച്ച പാറയിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ മെമ്പർമാരുടെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം. ഇത് പറഞ്ഞതുപോലെ തന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നതിന് ഒരു അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വെള്ളച്ചാട്ടം തന്നെ കണ്ടാൽ മതി. എത്ര സ്ഥലങ്ങളിലാണ് അയ്യങ്കുന്ന് ഇത്രയും പ്രകൃതി മനോഹരമാണെന്നുള്ളത് സത്യത്തിൽ മെമ്പർമാരായ ഞങ്ങൾ പോലും കഴിയുന്നത് ഇപ്പോഴാണ്. വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. നമ്മളെ ഒരു പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോവാണ്. വെള്ളമൊക്കെ കാണുമ്പോൾ അങ്ങ് എന്താ പറയുക, ഇറങ്ങാനും ആ ഒരു ഭയങ്കര കണ്ണിന് നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിഷ്വലുകളിൽ കാണാം. അപ്പോൾ വളരെ ഗംഭീരമാണ്. എന്താണ് ഇവിടുത്തെ അധികൃതരോടും ടൂറിസം വകുപ്പിനോടും അതുപോലെ തന്നെ ഇവിടെ വരാൻ കൊതിക്കുന്ന പ്രകൃതി സ്നേഹികളോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രകൃതി സ്നേഹികളോട് പറയാനായിട്ടുള്ളത് ഇവിടെ വരണം. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഈ പ്രകൃതി മനോഹാരിത എല്ലാവരും കാണണം. കാരണം ഒത്തിരി ദൂരമില്ല, യാത്രാ എത്തുന്നതിന് വളരെയധികം എളുപ്പമുണ്ട്. കുറച്ച് ദൂരം മാത്രമേ കയറ്റമുള്ളൂ. എന്താ പറയുക, ഇച്ചിരി പ്രായമായവർക്ക് വരെ വന്ന് കാണാനായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. തീർച്ചയായിട്ടും ടൂറിസം അധികൃതരോട് പറയാനായിട്ടുള്ളത് അയ്യങ്കുന്ന് പഞ്ചായത്ത് മാത്രം എടുത്താൽ ഈ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ടൂറിസം നമുക്ക് ഒരുക്കാനായിട്ട് പറ്റും. മറ്റു പഞ്ചായത്തുകളെ പോലും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കർണാടക വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ബാരാപ്പുഴ പുഴ മുതൽ ഇങ്ങോട്ടേക്ക് സൂചിമുഖി വരെയുള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ വളരെയധികം മനോഹരമാണ്. ഈ രണ്ടാംകരയിലെ ഈ ചേട്ടായിപ്പാറ, അതുപോലെ തന്നെ അച്ഛനൊളിച്ച പാറ, നിരവധിയായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കണ്ടതൊന്നുമല്ല ഇനി കാണാനിരിക്കുന്നത്. നമ്മളിവിടെ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് ഇതിൻ്റെ പ്രകൃതി രമണീയത നമുക്ക് വർണ്ണിക്കുന്നതിനപ്പുറമാണ്. കാരണം നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡ് തന്നെയാണ്. കാരണം മഴയുണ്ടെങ്കിൽ പോലും എത്ര നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഒഴിവാക്കി നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ പുഴുവുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ഭേദിച്ച് നമുക്ക് വെള്ളത്തെ ഭേദിച്ച് മറുകര വരാനും നല്ല എന്നാ പറയണ്ടേ, നമ്മുടെ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രകൃതി രമണീയമായ നല്ല ഒരു ഫോക്കസ് നമുക്ക് കിട്ടുന്നെങ്കിൽ അത് നല്ല കളുത്തുംപാറയിലെ അച്ഛനൊളിച്ച പാറയിലും അതുപോലെ ചേട്ടായി പാറയിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അടിപൊളി സംഭവമാണ്. നമുക്ക് ഇത്രയും ആൾക്കാർക്ക് കൂടെ വരാൻ തന്നെ പറ്റിയത് എല്ലാവരോടും നമുക്ക് വർണ്ണിക്കാൻ തന്നെ പറ്റും. ഈ നിങ്ങൾ തന്നെയാണ് അത് കൂടുതലും ഒന്നും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം എത്ര പറഞ്ഞാലും അതിനകത്ത് കുറച്ച് ദൂരം അവിടെ നിന്ന് വാണിപ്പാറ 4 കിലോമീറ്ററാണ് നമുക്കിവിടെ ദൂരം. പക്ഷേ എങ്കിൽ പോലും ഇതിനെ പുറത്തോട്ടുള്ള ആൾക്കാർക്ക് ഇതറിയത്തില്ല. അത് നമ്മൾ മുഖാന്തരം അത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന് ഒരു ടൂറിസം പദ്ധതിയിലേക്ക് ഈ ഇത് നമുക്ക് കൊണ്ട് എത്തിക്കുന്നതിന് തന്നെ നമുക്ക് സാധിക്കണമെന്ന് ആണ് ടൂറിസം മേഖലയിലുള്ള ആൾക്കാരോട് അധികൃതരോട് പറയാനുണ്ട്. ബാക്കി കുറച്ച് മെമ്പർമാരൊക്കെ ഉണ്ട്. നമുക്കത് അച്ഛനൊളിച്ച പാറയിൽ നിന്ന് അവരുടെ കാര്യങ്ങളും അവരുടെ സന്തോഷങ്ങളൊക്കെ ഇതിൻ്റെ അനുഭവമൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമുക്കെന്നാൽ ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചേട്ടായിപ്പാറയിലെ താഴത്തെ ചേട്ടായിപ്പാറയിലെ വെള്ളച്ചാട്ടവും മുകളിലെ ചേട്ടായിപ്പാറയിലെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അച്ഛനൊളിച്ച പാറ അല്ലേ, അച്ഛനൊളിച്ച പാറയിൽ എത്തിയിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള പാറയാണ്. ഈ പാറ ഒരു 10 സെന്റിൽ
കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്, എന്നാലും ഇവിടെ യാതൊരു വെള്ളമൊന്നുമില്ല. വളരെ ഗംഭീരമായിട്ട് വളരെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് നമ്മുടെ ജോളിയേട്ടനോട് തന്നെ ചോദിക്കാം. ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ്. ഇപ്പോൾ ജോളിയേട്ടൻ ഇതിൻ്റെ ചരിത്രം എങ്ങനെയാണ്? ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ടിപ്പു സുൽത്താൻ ഇവിടേക്ക് പടയോട്ടം നടത്തിയിട്ടുണ്ട്. അതായത് താഴെ വാണിപ്പാറയ്ക്ക് ഇത്ര ഈ ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ അവിടെ വരെ ഈ ടിപ്പു സുൽത്താൻ വന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. അന്ന് ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും എല്ലാവരും മാറ്റി ഇവരെ മുസ്ലിം മതത്തിലേക്കൊക്കെ മാറ്റുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതിലേതോ ഒരു അച്ഛൻ ഇതിനെതിരെ നിന്നപ്പം പുള്ളിനെ അവിടുന്ന് ഓടിച്ചവരെ. അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് കാടായിരുന്നു ഇവിടേക്ക്. ഇങ്ങോട്ടേക്ക് ജനവാസങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് വന്ന് ഒളിച്ച ഒരു സ്ഥലമാണ്. കുറേ നാൾ ഇവിടെ താമസിച്ചായിട്ടൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അതാണ് അച്ഛൻ ഒളിച്ച പാറയുടെ ഒരു ചരിത്രമായിട്ട് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഇതിന് കീഴെ ഇതിൽ കാണാൻ വരുന്നവരൊക്കെ ഇരിക്കുന്നു, പടം എടുക്കുന്നു. വളരെ ഉത്സാഹത്തോടെ കുറേ വേണമെങ്കിൽ ഒരു ദിവസം താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഏകദേശം ഒരു 10 സെൻറ്റിലധികം വലിപ്പമുണ്ട്. ഇതിലെല്ലാം വള്ളിക്കാടുകളുണ്ട്. ഊഞ്ഞാലട, എൻ്റെ ഊഞ്ഞാലൊക്കെ കിട്ടുന്ന വള്ളികൾ, കാഴ്ചയ്ക്ക് രസം. ഇപ്പോൾ ആനയൊക്കെ വരുന്നതുകൊണ്ട് ആൾക്കാരുടെ അങ്ങനെ വരത്തില്ല. ഇപ്പം അങ്ങനെ ആന കേരള ഫോറസ്റ്റിലാണ്. അതിനവർ 2-3 ആൾക്കാരുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ നമ്മുടെ ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടത്തിന് ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും? ഒരു 100 മീറ്റർ ഉള്ളൂ. 100 മീറ്റർ. വളരെ സുന്ദരമായിട്ടുള്ള വള്ളിപ്പടർപ്പൊക്കെ രസകരമായിട്ടുള്ള ഒരു സ്ഥലം. ഇപ്പം മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇതിന് മേലെ ഈ വള്ളിയൊക്കെ പിടിച്ച് കയറാം, ആടാം, ഫോട്ടോ എടുക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. പിന്നെ ആ ചേട്ടായിപ്പാറയാണെങ്കിലും ഒരു 20 വർഷമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞെങ്കിലും പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ കാര്യമായിട്ട് പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് നമുക്കൊരു ഇത് ആയിട്ട് ആൾക്കാർ വരുന്നത്. എന്നാലും ഇപ്പം വെക്കേഷനൊക്കെ ടൈമിൽ നല്ല ആൾക്കാർ വരുന്നുണ്ട്. മഴക്കാലത്ത് ഇപ്പോൾ ഈ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ തിരുനാളുണ്ട്. അതെല്ലാം കൂട്ടി കുറേ ആൾക്കാർ വരും. പിന്നെ ഡോൺ ബോസ്കോയിലെ പിള്ളേരൊക്കെ ഒരു 100 കണക്കിന് ചില ദിവസങ്ങളിൽ. പിന്നെ മഴയാത്രയൊക്കെ ആയിട്ട് അവരിവിടെ വരാറുണ്ടല്ലേ. അതിനിപ്പോൾ നമ്മളിനിപ്പോൾ അവിടെ നമ്മൾ വാഹനം നിർത്തി ഇങ്ങോട്ടുള്ള യാത്ര, കാൽനട യാത്ര ഒരു സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം. അതെ. ഇപ്പോൾ എന്നാണേലും വാഹനം അവിടെ നമ്മൾ ഇറങ്ങി ആ പാലം കടന്ന് ആ എൻട്രൻസ് വരെ വരുള്ളൂ. അവിടെ വരെ ടാറിങ്ങോ കോൺക്രീറ്റോ എന്തെങ്കിലും ആക്കി തന്ന് സഹകരിക്കണമെന്നും പഞ്ചായത്തിനോട് അപേക്ഷിക്കുന്നു. പ്രസിഡന്റ് അടുത്തിരിപ്പുണ്ട്. പ്രസിഡന്റ് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൻ ജോളിയേട്ടൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം ഇത് വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ആദ്യം ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിരപ്പള്ളി, അതേപോലെ തന്നെ ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെ നമ്മൾ ഒരുപാട് പറഞ്ഞു. മീൻമുട്ടി, വയനാട് മീൻമുട്ടി വെള്ളച്ചാട്ടമൊക്കെ. അപ്പോൾ അതിനേക്കാളും വളരെ ഒരു സുന്ദരമായിട്ടുള്ള പ്രദേശമാണ് നമ്മളെ ഈ കളിതട്ടും പാറയിലെ ഈ മനോഹരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ ഈ അച്ചനൊളിച്ച പാറയൊക്കെ. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു നേതൃത്വത്തിലൊരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പഞ്ചായത്തിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു തുടക്കം പഞ്ചായത്തിൻ്റെ ഒരു രീതിയിൽ നമുക്കൊരു ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാൻ സാധിക്കും. പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഒരു താഴെ ഒരു കപ്പേളയുണ്ട്, അവിടം വരെ ടാറിങ് കഴിഞ്ഞതാണ്. ബാക്കി ഇങ്ങോട്ട് കോൺക്രീറ്റിന് വേണ്ടി നമ്മൾ പദ്ധതികൾ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് സ്വകാര്യ വ്യക്തികളുടെ ഇങ്ങനെ നടപടിയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരു സ്ഥലം വിട്ടുതരാൻ തയ്യാറാണ് വഴിക്ക് വേണ്ടി. അപ്പോൾ നടപടിയായിട്ടോ അല്ലെങ്കിൽ നമുക്കിത് കോൺക്രീറ്റ് ശരിക്കും പറഞ്ഞാൽ അതൊരു നടപടിയായിട്ട് നമ്മൾ പോരുന്നതായിരിക്കും നല്ലത്. കുറച്ച് നല്ലതായിട്ട് നമുക്കൊരു എക്സ്പോസ് ചെയ്ത് സൗന്ദര്യം ആസ്വദിച്ച് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടപടി പോലെ നമ്മളത് ഈ റെയിൽസൊക്കെ പിടിപ്പിച്ച് അത്യാവശ്യം സ്റ്റെപ്പുകളൊക്കെ പിടിപ്പിച്ച് ഇത് മനോഹരമാക്കി മാറ്റാനായിട്ട് ഞങ്ങൾ അടുത്ത പദ്ധതികളിൽ പൈസ വകയിരുത്തും. തീർച്ചയായിട്ടും അത് നമ്മുടെ ടൂറിസം ഭൂപടത്തിൽ അയ്യങ്കുന്നിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നുള്ള യാതൊരു സംശയമില്ല. ഇത്രയും മനോഹരമായൊരു കാഴ്ച കണ്ണൂർ ജില്ലയിൽ എന്നല്ല കേരളത്തിൽ പോലും വേറൊരിടത്തും തന്നെ ഇല്ല. പക്ഷെ നമുക്ക് ഇത്രയും ഇങ്ങോട്ട് ഇതായതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയത്. ഈ ജോളിയെ പോലെയുള്ള അല്ലെങ്കിൽ ജോയി ചേട്ടനെ പോലെയുള്ള പ്രദേശവാസികൾ ഈ കാര്യം ഇതിനു മുമ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും മാത്രം ഒരു മനോഹാരിത ഇവിടെ ഉണ്ട് എന്നും ഇത്രമാത്രം ഒരു പ്രകൃതി നമുക്ക് വേണ്ടി നമ്മുടെ മാനസികോല്ലാസത്തിന് വേണ്ടി കരുതി വെച്ച സ്ഥലങ്ങളിവിടെ ഉണ്ട് എന്നും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ നോക്കി ഈ മഴക്കാലത്ത് വിടുമ്പോൾ തന്നെ രസമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തീർച്ചയായിട്ടും കൈക്കൊള്ളും. ഇങ്ങോട്ടുള്ള നടപടി പോലെ അല്ല അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെയാലും പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യാനായിട്ടുള്ള നടപടികൾ തീർച്ചയായും സ്വീകരിക്കും. പിന്നെ നമ്മൾ അയ്യൻകുന്ന് ഇരിട്ടിക്ക് ശേഷം നമ്മൾ ആരംഭിച്ചത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ടൂറിസം സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുള്ള സാധ്യത യാത്രയാണ്. ആ യാത്രയിൽ ആദ്യം വന്നത് സൂചിമുഖിയാണ്, അതിനുശേഷം ബാരാപ്പോളിൻ്റെ ടൂറിസം സാധ്യത, അതിനുശേഷം പാലത്തങ്കടവിൻ്റെ പ്രകൃതി ഭംഗി. ഇന്ന് നമ്മൾ ഇവിടെ ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടം അച്ചനൊളിച്ച പാറയൊക്കെ ഇവിടെ എത്തി. അപ്പം കേരളത്തിലെ ഒറ്റ പഞ്ചായത്തിനും ഇത്രയും ടൂറിസത്തിന് സാധ്യത ഉണ്ടായിരുന്നു. കാരണം അയ്യൻകുന്നിന് മാത്രമാണ് ഇത്രയും ടൂറിസത്തിന് ഇത്രയും സാധ്യത. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു നല്ലൊരു ഗ്രാമമാണ് നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇത് മൊത്തത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ഇതുവരെ കണ്ട നമ്മുടെ സാധ്യത പരമ്പര വെച്ചിട്ട് എന്തൊക്കെ നടപടികൾ വേറെ രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കും? ഇതല്ലാതെ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക്
കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിനകത്ത് ധ്വനിയുണ്ടല്ലോ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 123 ചതുരശ്ര കിലോമീറ്റർ ഉള്ളതാണോ അയ്യങ്കുന്ന് പഞ്ചായത്ത്. അപ്പോൾ ഇവിടെയുള്ള മലകളും അതുപോലെ ചെറിയ കാര്യങ്ങളും ഇവിടെയൊക്കെ നമുക്ക് റോഡുകളും മറ്റ് സൗകര്യങ്ങളും എത്തിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ മറ്റു ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പണം വകയിരുത്തുമ്പോൾ നമുക്കൊന്നത് തനത് ഫണ്ട് തീരെ കുറവാണ്. പിന്നെ നമുക്കിട്ട് പ്ലാൻ ഫണ്ടിനകത്ത് അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് കറക്റ്റായിട്ടൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആദ്യമായിട്ടുള്ള മറ്റുള്ള ആവശ്യങ്ങൾ നടന്നിട്ടല്ലേ ഇതിലേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ലെവലിലേക്ക് വന്നത്. പോരാത്തതിന് ടൂറിസത്തിന് വലിയൊരു പ്രാധാന്യം അതിന് അത്രമാത്രം നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിന് വളരെ സാധ്യതകളുള്ള സമയമാണ്. അത് തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് പരമാവധി എക്സ്പോസ് ചെയ്ത് ഇത് ടൂറിസം ഭൂപടത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിനെ ഉൾപ്പെടുത്താനുള്ള നടപടികൾ പഞ്ചായത്ത് തീർച്ചയായും സ്വീകരിക്കും. ഞാൻ പറയാം, ഇത് തന്നെ ഇപ്പം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം ഒന്ന് നമ്മുടെ ഇരിട്ടിയിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിയൊരു ശില്പശാല ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിനകത്ത് അവർ കൊടുത്ത ഒരു കരടിനകത്ത് ഒട്ടാകെ അവർ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരുന്ന സ്ഥലങ്ങൾ ഇരിട്ടി മുനിസിപ്പാലിറ്റിയും പായം പഞ്ചായത്തും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, അയ്യങ്കുന്ന് ഇത്രമാത്രം പൊട്ടൻഷ്യൽ ഒരു ഏരിയയാണ്. സൂചിമുഖിയുണ്ട്, അതുപോലെ ചേട്ടായിപ്പാറയുണ്ട്, അച്ഛൻ വിളിച്ച പാറയുണ്ട്, ബാരാപ്പോളുണ്ട്. അതുപോലെ തന്നെ ഇതിനപ്പുറം വേറെ ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ കുറച്ചുകൂടി നല്ല അനുകൂലമായ ഊട്ടി പോലെ നല്ല വാമായിട്ടുള്ള കാലാവസ്ഥയുള്ള പാറയ്ക്കാമല പോലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് പോകാം. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചോ അല്ല പഞ്ചായത്തിൻ്റെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, അത്രമാത്രം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്തൊരു ഫണ്ട് വകയിരുത്തി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഒപ്പം ജില്ലാ പഞ്ചായത്തിനുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. അവരും അത് മനസ്സ് വെച്ചാൽ നമുക്ക് ഈ ഫണ്ടുകൾ പഞ്ചായത്തിൻ്റെ ഷെയർ നൽകാൻ വേണ്ടി തയ്യാറാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെയുള്ള വികസനത്തിന് ഈ നാട്ടിൽ ഇപ്പോൾ ഈ മലയോര മേഖലയാണെന്ന് നമുക്കറിയാം, ഇവിടുന്ന് ആൾക്കാർ പുറത്തേക്ക് സ്ഥലം വിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് താഴേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ ജീവ നിലവാരം കുറച്ചുകൂടി ഉയർത്താൻ വേണ്ടി പറ്റും. ഓരോരുത്തർ തൊഴിലവസരങ്ങളുണ്ടാവും. അത് പിന്നെ ഇവിടെ ആയിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് ആയുർവേദ സംബന്ധമായിട്ടുള്ള ടൂറിസത്തിന് വരെ നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. എക്കോ ടൂറിസം, ടൂറിസം ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ അയ്യൻകുന്ന് പഞ്ചായത്തിൽ ടൂറിസം മേഖലയ്ക്ക് എത്രത്തോളം സാധ്യതകളുണ്ട് അത് ഉന്നത അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ പോരെ അപ്പോൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷമൊക്കെ നമ്മുടെ ഈ ചേട്ടായിപ്പാറയും അച്ചനളിച്ച പാറയൊക്കെ നല്ലൊരു ടൂറിസം ഹബ്ബായി മാറി ഒരുപാട് പേര് ഇവിടെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ. ഇനി ഒരുപാട് മെമ്പർമാരൊക്കെ ഉണ്ട് നമ്മളോട് സംസാരിക്കാൻ. അപ്പോൾ അവരുടെ വാക്കുകളിലേക്കൊന്നും നമുക്ക് കടന്നല്ല. അപ്പോൾ ഈ വാർഡിലെ മെമ്പറാണ് എൽസമ്മ മെമ്പറാണ്. മാഡം നമസ്കാരമുണ്ട്. വളരെ സന്തോഷം നമ്മുടെ കൂടെ ഈ മഴയത്തും ഈ ഒരു യാത്രയിൽ നമ്മളോട് കൂടെ ചേർന്ന് ഇനി സാധ്യത ടീമിൻ്റെ കൂടെ ചേർന്നതിന് വളരെ തന്നെ ഒരു സന്തോഷം. അതിന് നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ മെമ്പർ, ഇത് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ടൂറിസം മേഖലയ്ക്കുള്ള സാധ്യതകൾ? ഞാൻ രണ്ടാംകടവ് 3-ാം വാർഡിലെ മെമ്പറാണ്. ഇവിടുത്തെ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന ഇടവക വികാരിമാര്, യൂത്ത്, യുവജനങ്ങള് എല്ലാവരും ഈ ടൂറിസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി കയറി വരുന്നു എന്ന് നമ്മൾ അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ കയറി വന്നപ്പോൾ എന്താ പറയണ്ടതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ഞാനിപ്പം പറയുക ചെയ്തത് കേരളത്തിൻ്റെ തന്നെ ഒരു ലോകത്തിൻ്റെ അതിർത്തി വരെ ഈ ഒരു സംഭവം എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ഇത് ഇവിടെ വന്ന ഒരു മാനസികമായിട്ടൊരു സന്തോഷം, ഉല്ലാസം, കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, നടന്നു കയറി വരാൻ പറ്റുന്ന എല്ലാവർക്കും വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് എത്രയോ സന്തോഷത്തോടെ ഇവിടുന്ന് കടന്നു പോകാം, കയറി വരാം. ഇത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമാണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സുന്ദരമാണ്. എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ളൂ, കടന്നു വരൂ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇതിനു വേണ്ടി മുന്നോട്ട് പോകാം, ഉണർന്ന് പ്രവർത്തിക്കാം. ഇത് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇപ്പോൾ നമ്മുടെ മാത്തുക്കുട്ടി സാറുണ്ട് നമ്മോടൊപ്പം. ഈ ഒരു യാത്രയും അനുഭവമൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ടൂറിസത്തിന് ഏറ്റവും നല്ല ഒരു പറ്റിയ ഒരു പ്രദേശമാണ് നമ്മൾ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഈ കളുത്തുംപാറയിൽ എന്ന സ്ഥലത്തുള്ള ഈ രണ്ട്, ഒന്ന് അച്ഛനൊളിച്ചുപാറയും ചേട്ടായിപ്പാറയും. ഞാനിതിൻ്റെ തൊട്ടപ്പുറം ഒരു 10 വർഷം ഇവിടെ താമസിച്ചതാണ്. അപ്പോൾ മുമ്പ് അന്നെല്ലാം നമ്മൾ ഇതിലെല്ലാം കയറി സ്ഥിരം നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അന്ന് ഇത്രയും നമ്മൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ ജില്ലയിൽ അത്ര ടൂറിസത്തിന് സാധ്യത ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി മറിഞ്ഞു. ഇപ്പം ടൂറിസത്തിന് ഏറ്റവും
കൂടുതൽ സർക്കാരും അതുപോലെ പഞ്ചായത്തെല്ലാം ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ അയ്യങ്കുന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 5 കുന്നാൽ ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്താണ് നമ്മുടെ. അപ്പോൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് സാധ്യതയുള്ള ഏറ്റവും നല്ല ഒരു പ്രദേശം. അപ്പോൾ മാധ്യമപ്രവർത്തകർ നിങ്ങളെല്ലാവരും ഇത് കണ്ടു കാണും. നമുക്ക് ഒരു 100 മീറ്ററും കൂടെ ആ റോഡിൻ്റെ ഒരു പണി കഴിഞ്ഞാൽ അവിടം വരെ തൊട്ടടുത്ത് വരെ വണ്ടി വരാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിൻ്റെ ഫണ്ടുകളെല്ലാം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നമ്മളെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ 2 വർഷം നമ്മൾ 5 ലക്ഷം രൂപ വെച്ച് പഞ്ചായത്ത് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് സ്ഥലവും അനുയോജ്യമായ പ്രദേശവും നമുക്ക് അന്ന് അത്ര ഒരു ഇതില്ലാത്തത് കൊണ്ട് നമുക്കത് മാറ്റി വെക്കേണ്ടി വരുന്നു. ഇപ്പം ഈ വർഷം വേക്കാലും നമ്മൾ അതിനൊരു ഫണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു ടൂറിസത്തിൻ്റെ ഒരു മേഖല ഇവിടെ അനേകം ആൾക്കാർ കുട്ടികളെല്ലാം ഇവിടെ വന്ന് പോകുന്നുണ്ട് ഈ പ്രദേശത്ത്. അപ്പം ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നു ഈ അച്ഛനൊളിച്ച പാറയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10-50 പേർക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഒരു 10-50 പേർക്ക് ഇവിടെ ഇരുന്ന് ഒരു ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു പഠന ക്ലാസ് നടത്താൻ പറ്റിയ ഒരു അടിസ്ഥാന സൗകര്യമുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 500 മീറ്റർ ദൂരമുള്ളൂ ഈ പാറയിലേക്കുള്ളൂ. അപ്പം ഏറ്റവും നല്ല ഒരു ടൂറിസത്തിന് മേഖലയാണ് നമ്മുടെ ഈ ചേട്ടായിപ്പാറയും അച്ഛനൊളിച്ച പാറയും എന്നാണ് സൂചിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് വളരെ അതിമനോഹരമായ സ്ഥലമാണ്. നമ്മളിപ്പോൾ താഴെ മുതൽ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടത് ചേട്ടായിപ്പാറയാണ്. ചേട്ടായിപ്പാറയിലുള്ള വളരെ അതിമനോഹരമായ 2 വെള്ളച്ചാട്ടങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് അച്ഛനൊളിച്ച പാറയിലേക്ക് വന്നത്. അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ ടൂറിസം സാധ്യതകൾക്ക് വളരെ സാധ്യതയുള്ളൊരു പ്രദേശമാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി കാണും. ഈ അച്ഛനൊളിച്ച പാറ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 സെൻറ്റ് സ്ഥലത്തോളം ഈ പാറ തന്നെ ഉണ്ട്. പാറയ്ക്കടിയിൽ നമ്മൾക്കൊരു 100 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു മഴ വന്നാൽ നനയുകയില്ല. അതുപോലെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ഒരു 100 മീറ്റർ അടുത്ത് വരെ കോൺക്രീറ്റ് റോഡുണ്ട്. അതിനുശേഷം നമ്മൾ 500 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ അച്ഛനൊളിച്ച പാറ എത്തി. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ പല ടൂറിസം സാധ്യതയ്ക്കുള്ള പ്രദേശമാണ് ഇവിടെയുള്ളത്. നമ്മൾക്ക് ഈ മറ്റ് പഞ്ചായത്തിലെ വെച്ച് നോക്കുമ്പോൾ അയ്യങ്കുന്ന് പഞ്ചായത്തിന് പല പ്രദേശങ്ങളുണ്ട്. പാലത്തുംകടവ്, അതുപോലെ തന്നെ ബാരാപ്പോൾ, 2-ാം കടവ്, സൂചിമുഖി വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ അങ്ങനെ വളരെ അതിമനോഹരമായ പല കാഴ്ചകളും കാണാൻ പറ്റിയ ഒരു പ്രദേശമാണ് നമ്മുടെ പഞ്ചായത്ത്. അതുകൊണ്ട് ടൂറിസം സാധ്യതയ്ക്ക് ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ട് ഇതിന് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തുകൊണ്ട് ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിനെ ടൂറിസം സാധ്യതയുള്ള ഒരു മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ അയ്യങ്കുന്ന് പഞ്ചായത്ത് ഒരു ടൂറിസം ഹബ്ബായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ. അയ്യൻകുന്നിൻ്റെ സാധ്യതകൾ തേടി, ടൂറിസം മേഖലയിലെ സാധ്യതകൾ തേടി ഏജാനെറ്റ് പരമ്പര
ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തു. ഇന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഏജന്റ് ടീം ഇന്നിവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ മെമ്പർമാർ, നാട്ടുകാരുൾപ്പെടെ നമ്മുടെ ഈ ടൂറിസത്തിന് എത്രത്തോളം സാധ്യതകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചേട്ടൻപാറ വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ അച്ഛൻ ഒളിച്ച പാറയൊക്കെ നമ്മൾ വളരെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. ഇത് കാണുന്ന അധികൃതർ ഇത് ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ, അതേപോലെ തന്നെ ഇത് കാണുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്നവർ എന്തായാലും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാണിയപ്പാറ, ഈ ചേട്ടൻപാറ വെള്ളച്ചാട്ടവും അച്ഛൻ ഒളിച്ച പാറയൊക്കെ കാണാൻ വേണ്ടി വരും എന്നുള്ള പ്രതീക്ഷയിൽ സാധ്യത ടീം ഏജന്റ്.